ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മർക്കോസ് 11, 15 മുതൽ 19 വരെ. ഈ ഭാഗത്തിലെ സംഭവത്തെ യേശുക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ യേശു തമ്പുരാൻ മഹാകരുണയും മനസ്സലിവും ഉള്ളവനാണ്. എന്നാൽ എപ്പോഴും ശാന്തതയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായി കാണപ്പെടുന്ന യേശുവിലെ മറ്റൊരു ഭാവം വെളിപ്പെടുത്തുന്ന വേദഭാഗമാണിത്. ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന ആർത്തുകൊണ്ടിരിക്കുന്ന പുരുഷാരത്തിൻ്റെ അകമ്പടിയോടെ കഴുതക്കുട്ടിയുടെ പുറത്ത് ആരുടനായി യെരുശലേമിലെ പ്രവേശിച്ച സമാധാനത്തിന് രാജാവായി യേശു വളരെ പെട്ടെന്ന് തന്നെ അധികാരമുള്ള, അതായത് തിന്മ പ്രവൃത്തികളെ നേരിടുവാൻ ചുവന്ന ആർജവമുള്ള യോദ്ധാവായി മാറുന്നു. യെരുശലേം ദേവാലയം പ്രാർത്ഥനാലയം ആകണമെന്ന തൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് പ്രേരകമായത്. യേശു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെയും വിൽക്കുന്നവരെ എല്ലാവരെയും തന്നെ ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. സങ്കീർത്തനങ്ങൾ 69-ാം അധ്യായം 9-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്നത് പോലെ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ഈ എരിവാണ് യേശുവിനെ കോപാഗ്നി ഉളവാക്കിയത്. ഇത് നമുക്ക് നൽകുന്ന വലിയ ബോധ്യമാണ്. നമ്മുടെ ആരാധനാലയങ്ങളെ വളരെ ഭയഭക്തിയോടുകൂടി ഉപയോഗിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 7 പറയുന്നു, യഹോവയുടെ അരുളപ്പാട് ഇപ്രകാരമാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ്. ഇത് യേശു കർത്താവ് പ്രഖ്യാപിക്കുന്നതിലൂടെ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് മാത്രമല്ല, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെയും നാം ഓരോരുത്തരുമാകുന്നു യേശുവിൻ്റെ ആലയങ്ങളെക്കുറിച്ചത്രയും. അതെ, യേശു തമ്പുരാൻ നമ്മയും ഉത്ബോധിപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അതൊരു കച്ചവടക്കാരൻ അല്ല, ഒരു ആഘോഷത്തിമിർപ്പിൻ്റെ ഇടമല്ല. എഫേസ്യർ 1-ാം അധ്യായം 23-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പ്രാർത്ഥനാലയമായിരിക്കേണ്ടത് എടുത്ത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത എന്ന് യേശു ശകാരിക്കുകയാണ്. അതിന് കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 11-ൽ ദൈവം യിരെമ്യാവിനോട് ചോദിക്കുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? കള്ളന്മാരുടെ ഗുഹ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കള്ളന്മാർ മോഷണവും അക്രമവും സകല തിന്മ പ്രവർത്തികളും ചെയ്ത ശേഷം ഗുഹകളിൽ കയറി സുരക്ഷിതരായി ഒളിച്ചിരിക്കുന്നത് പോലെ, ജനം സകല അനീതിയും തിന്മ പ്രവർത്തികളും ചെയ്ത ശേഷം രക്ഷപ്പെടാനുള്ള താവളം എന്ന പോലെ ദേവാലയത്തിൽ വന്ന് പാപ പരിഹാരത്തിനായി നേർച്ച കാഴ്ചകളും യാഗങ്ങളും അർപ്പിക്കുന്നു. പുരോഹിതന്മാരും ന്യായപ്രമാണം കളഞ്ഞ് ജനത്തെ അവരുടെ അതിക്രമത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ യാഗാർപ്പണങ്ങളെ സ്വീകരിക്കുന്നു. അവർ ജനത്തിൻ്റെ പാപങ്ങൾക്ക് കാരണം അവർ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് പകരം പാപഹേതുവായി തീരുന്നു. ഇന്ന് നാം ദേവാലയത്തിൽ നൽകേണ്ട പരിപാവനതയ്ക്ക് പകരം ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷത്തിമിർപ്പ് കാട്ടുകയല്ലേ? ദേവാലയത്തിൽ അനാഘോഷത്തിൻ്റെ പേരിൽ ആലയത്തിൻ്റെ പരിപാവന നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? നാം നമ്മുടെ ആരാധനാലയങ്ങളെ വളരെ ഭയഭക്തിയോടെ കൂടി ഉപയോഗിക്കണം. കാരണം അത് ദൈവം വസിക്കുന്ന ഇടമാണ്. കർത്താവ് നമ്മുടെ യേശു തമ്പുരാൻ മനുഷ്യൻ പ്രവർത്തിക്കുന്നതെല്ലാം നിരീക്ഷിക്കുന്നു. അഭക്തിയും അസാന്മാഗ്യതയും ദൈവത്തിൻ്റെ കണ്ണിൽ ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണ പ്രക്രിയ പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും അനിഷ്ടമായി എന്ന് നാം ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നു. കാരണം ജനത്തിൻ്റെ പാപവും പാപപരിഹാര കർമ്മങ്ങളും അവരുടെ ജീവിതമാർഗമാണ്. അതുകൊണ്ട് അവർ യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചെന്ന്. എന്നാൽ പുരുഷാരം യേശുവിൻ്റെ ഉപദേശത്തിൽ അതിശയിക്കാൽ അപ്പോൾ അവർക്ക് സാധ്യമാക്കിയില്ല. അവർ യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തെ വേളയിൽ നിഷ്ക്രിയതായി നോക്കിയിരിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നാം ദേവാലയത്തെ ഗൗരവകരമായ ഭയഭക്തിയോടും പരിഭാവനതയോടും കൂടി നോക്കിക്കാണണം. അത് ദൈവം വസിക്കുന്ന ഇടമാണെന്നുള്ള പൂർണ്ണബോധ്യത്തോടെ ആരാധനയ്ക്കായി കടന്നു ചെല്ലാം. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും
ദൈവഹിതാനുസരണമുള്ള നല്ല ധൂപമായി ഉയരട്ടെ എന്ന് യാഥാർത്ഥ്യമായും ആഗ്രഹിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഒരു പുതിയ ദിവസം അടിയങ്ങൾക്ക് തന്നതാണ് ഞങ്ങൾ നന്ദി കഴിച്ചുന്നപ്പാ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികരമായി പെടാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ വർഷത്തിൽ പ്രവേശിച്ചപ്പോൾ അങ്ങയുടെ ദൈവഭക്തിയുള്ള ഭയഭക്തിയുള്ള കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടാനുള്ള കൃപയെ കർത്താവ് ഞങ്ങളുടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമാക്കി തീർക്കുവാൻ ഞങ്ങളുടെ കൃപ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ നീ ഇവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകയുള്ള കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ നീ ഇവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിനായ സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.